നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ മറ്റൊരു വികസന പദ്ധതിക്ക് കൂടി തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ കൊട്ടാരക്കരയിലെ R&D സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. കൊട്ടാരക്കര സോഹോയിൽ ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭ്യമാകും. വൻ നഗരങ്ങൾ കൂടാതെ ചെറുപട്ടണങ്ങളിലെ തൊഴിൽ നൈപുണ്യമുള്ളവരുടെ സേവനം IT മേഖലയിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മുന്നിട്ടാണ് പദ്ധതി കേരളത്തിൽ എത്തിച്ചത്. റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പുതുസംരംഭങ്ങളുടെ പ്രവർത്തനം. 1.5 വർഷം മുൻപ് കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച R&D കേന്ദ്രത്തിന്റെ തുടർച്ചയായാണ് പുതിയ സ്ഥാപനവും. യുവജനങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും നൈപുണ്യ വിടവ് നികത്തുന്നതിനും കമ്പനി ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 മാസത്തേക്ക് പരിശീലനാർത്ഥികളെ നൈപുണ്യ വികസന കോഴ്സിന് വിധേയരാക്കുന്നു. സ്പെഷ്യലൈസേഷനും തിരഞ്ഞെടുക്കാം. C++, പൈത്തൺ എന്നിവയിലെ കോഡിംഗ് നിർബന്ധിത വിഷയങ്ങളാണ്. പരിശീലനത്തിനു ശേഷം 6 മാസത്തേക്ക് വിവിധ പ്രോജക്റ്റുകളിൽ അവസരം നൽകി പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 2ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നവർ സോഹോയുടെ തൊഴിൽ സേനയിൽ ചേരും. അതേസമയം സോഹോയുടെ ഗവേഷണ വികസന ശേഷികൾ റോബോട്ടിക്സിലേക്ക് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അസിമോവ് റോബോട്ടിക്സിനെ ഏറ്റെടുത്തു. 2012 സ്ഥാപിതമായ സർവീസ് റോബോട്ടുകളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളം ആസ്ഥാനമായുള്ള ഒരു സ്റ്റാർട്ടപ്പാണിത്. ഡീപ് ടെക് ഗവേഷണത്തിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്ന ഡീപ് ടെക് പ്രോഡക്റ്റ് സ്റ്റുഡിയോയുടെ ആദ്യത്തെ വ്യവസായ പങ്കാളിയാണ് സോഹോ. ഈ സഹകരണം കൂടുതൽ പര്യവേഷണം നടത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ.